ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് സെറയുടെ ഹാഫ് പെഡസ്റ്റൽ വിത്ത് വരുന്ന വാഷ് ബേസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇത് 18 ഇഞ്ചാണ് വരുന്നത്. അതായത് 18 ഇഞ്ച് അതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അതിൻ്റെ പ്രൊജക്ഷൻ വരുന്നത് ഏകദേശം ഒരു 13 ഇഞ്ച് 14 ഇഞ്ചോളം പ്രൊജക്ഷൻ വരുന്നുണ്ട്. പിന്നെ അതിൽ നമ്മൾ കൊടുക്കുന്ന ടാപ്പ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ടാപ്പുകൾ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, നമ്മൾ 18 ഇഞ്ചിൻ്റെ വാഷ് ബേസിൻ സെലക്ട് ചെയ്യുമ്പോൾ അതിനോട് അറ്റാച്ച് ചെയ്യുന്ന അതിന് മാച്ച് ആവുന്ന രീതിയിലുള്ള ടാപ്പുകൾ സെലക്ട് ചെയ്യുക. ഒരുപാട് ഹൈറ്റ് വരുന്ന ടാപ്പുകൾ എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം രണ്ടിൻ്റെയും തമ്മിൽ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ടാപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹൈറ്റുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയണ കണ്ടോ, അതായത് ജസ്റ്റ് അതിൻ്റെ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളം പുറത്തേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് പുറത്ത് വന്ന് അതായത് ആ വേസ്റ്റ് കപ്പിലേക്ക് കഴിഞ്ഞിട്ടാണ് വന്ന് വീഴുന്നതെങ്കിൽ പുറത്തേക്ക് തെറിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് 18 ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ടാപ്പുകൾ സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അല്ലെങ്കിൽ തെറിച്ച് പുറത്തേക്ക് വെള്ളം എപ്പോഴും നമ്മൾ കഴുകാൻ നിൽക്കുന്ന ആളുകളുടെ മേത്തേക്ക് വരുന്ന രീതിയിൽ, ശരീരത്തേക്ക് വരുന്ന രീതിയിലായിരിക്കും തെറിക്കുന്ന ഒരവസ്ഥ കാണാൻ സാധിക്കും. അപ്പോൾ ചെറിയ വാഷ് ബേസിന് ചെറിയ ടാപ്പ്, വലിയ വാഷ് ബേസിനാണെങ്കിൽ വലിയ ടാപ്പ് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ വാഷ് ബേസിനും സെപ്പറേറ്റ് എമൗണ്ടാണ് വരുന്നത്. അതുപോലെ തന്നെ പെഡസ്റ്റലിലും സെപ്പറേറ്റ് എമൗണ്ടാണ് വരുന്നത്. അതിന് 2300 സംതിങ് ആണ് MRP കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടി വരുന്ന എമൗണ്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് പെഡസ്റ്റലിലും അതുപോലെ തന്നെ വാഷ് ബേസിനും കൂടിയിട്ട് വരുന്ന എമൗണ്ടാണ് 2300 സംതിങ് ആണ് കൊടുത്തിരിക്കുന്നത്. 18 ഇഞ്ച് ആയതുകൊണ്ടാണ്. ഇനി ഈ പറയുന്ന രീതിയിൽ നമുക്ക് 18 ഇഞ്ച് കൂടാതെ 20 ഇഞ്ചൊക്കെ വരുന്നുണ്ട് നമ്മുടെ ബാത്റൂമിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട്. അതായത് നമ്മുടെ ബാത്റൂമിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ 20 വേണമെങ്കിൽ 20 സെലക്ട് ചെയ്യാം. അതല്ല 18 വേണമെങ്കിൽ 18 സെലക്ട് ചെയ്യാം. ഇനി അതല്ല 10 ഇഞ്ചിൻ്റെ വരുന്നുണ്ട് കോർണറിൽ. അതായത് ചെറിയ ബാത്റൂം ആണെങ്കിൽ അതിൻ്റെ കോർണറിൽ പിടിപ്പിക്കാവുന്ന ടൈപ്പ് വാഷ് ബേസിനും വരുന്നുണ്ട്. ഏത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ നോർമൽ ലെവലിൽ 34 ഇഞ്ചാണ് നമ്മുടെ, അതായത് താഴെ നിന്ന് ഫ്ലോർ ലെവലിൽ നിന്ന് 34 ഇഞ്ചാണ് നമ്മുടെ വാഷ് ബേസിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ നമ്മൾ ഫിനിഷിങ്ങിൽ നമ്മൾ വാഷ് ബേസിൻ വെക്കാറ്. അപ്പോൾ അതിനനുസരിച്ച് പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന പെഡസ്റ്റലിൻ്റെ അകത്ത്, അതായത് നമ്മൾ ഹാഫ് പെഡസ്റ്റൽ താഴെ കാണുന്ന ഹാഫ് പെഡസ്റ്റലിൻ്റെ അടുത്ത് വേസ്റ്റ് ലൈനും പൈപ്പ് ലൈനും പോകുന്ന രീതിയിൽ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഏറ്റവും കുറഞ്ഞത് ഒരു 23 ഇഞ്ചെങ്കിലും ഹൈറ്റിൽ നമ്മുടെ വേസ്റ്റ് പൈപ്പ് കൊണ്ടുവന്ന് നിർത്തിയാൽ മതി. 23 ഇഞ്ചിൽ വേസ്റ്റ് പൈപ്പ് കൊണ്ട് നിർത്തുക. അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് വെള്ളത്തിൻ്റെ ആംഗിൾക്കൊക്കെ വരുന്ന ഏരിയയും കൊണ്ട് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന 34 ഇഞ്ചിൽ നമുക്ക് വാഷ് ബേസിൻ വെക്കുകയും ചെയ്യാം. അത് ഫുൾ കവർ ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അതായത് വാഷ് ബേസിൻ്റെ ടോപ്പ് ഹൈറ്റ് എത്രയാണ്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ പെഡസ്റ്റൽ പിടിപ്പിക്കുന്നതിന്, അത് പെഡസ്റ്റൽ പിടിപ്പിച്ച് അതിൻ്റെ അകത്ത് ഈ പറയുന്ന വേസ്റ്റ് ലൈനും നമ്മുടെ വെള്ളത്തിൻ്റെ, അതായത് ആംഗിൾ കോക്ക് അതിൻ്റെ അകത്ത് ഉള്ളിലേക്ക് പോകുന്നതിന് അതിൻ്റെ ഹൈറ്റ് എത്രയാണെന്നും അതിൻ്റെ ഉള്ളിലെ മെഷർമെൻറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. എന്നാലേ നമുക്ക് ഇതിലുള്ള ചെയ്യാനുള്ളൊരു വീഡിയോ ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. Damn, what a hell of a view. I feel good.